ആണപ്പത്തൽ അല്ലെങ്കിൽ കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ്: അര ഗ്ലാസോളം പുഴുക്കലരി നന്നായി തിളക്കുന്ന ചൂടുവെള്ളത്തിൽ ഓവർനൈറ്റ് അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറോളം കുതിർത്തിയെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഈ അരി ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിത് അരച്ചെടുക്കാം. 1 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കേണ്ടത് ജീരകമാണ്. 1/2 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകവും ചേർക്കാം. ഇത് നന്നായി അരച്ചെടുക്കണം. അരിയും തേങ്ങയും നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് ചേർക്കാം. ഇനി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ പത്തിരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ അരിപ്പൊടി ചേർക്കണം. അടുത്ത ബാച്ചൂടെ ചേർക്കാം. കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ. നല്ല ലൂസ് ആവാനും പാടില്ല, നല്ല ടൈറ്റ് ആവാനും പാടില്ല. കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കാം. അരി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ആണപ്പത്തൽ ഉണ്ടാക്കിയെടുക്കണം. ആദ്യം ആണപ്പത്തലിൻ്റെ ഷേപ്പിൽ ഒരു ബോൾസ് ഉണ്ടാക്കി ആവിയിൽ വേവിച്ചെടുക്കണം. നമുക്ക് ആദ്യം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഇനി ഓരോ ബോൾസായി ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലാ മാവും ഉരുട്ടിയെടുക്കാം. ഇതിലോട്ട് ഇനി ആണപ്പത്തൽ വെക്കാം. ഇനി ആണപ്പത്തൽ വേവിച്ചെടുക്കണം. ഇതിനായി ഇഡ്ഡലി പാത്രത്തിൻ്റെ മോൾഡിലോട്ട് ഓയിൽ തടവി കൊടുക്കണം. പത്തല്ലി വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 4 വലിയ പച്ചമുളക് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം. ചൂടായ പാനിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 6 വലിയ സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം. ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി 2 തക്കാളി ചേർക്കാം. ഇതിലേക്ക് ഇനി അടുത്തതായി ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. കുറച്ച് കറിവേപ്പില ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം.
1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ½ ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലയുടെ പച്ചമണം പോയിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതൊരു ½ കിലോയിൽ കൂടുതൽ ഉണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയത്തേക്ക് ഇത് ഒന്ന് മൂടി വെക്കണം. ബീഫ് എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ബീഫിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ. ബീഫിന് നന്നായി വെള്ളം ഇറങ്ങി വന്നതിന് ശേഷം വെള്ളം ചേർത്താൽ മതി. ഇനി 1 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെക്കാം. കറിയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കണം. ഇതിനായി 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം, ഇനി ഇതിനെ നന്നായി അരച്ചെടുക്കണം. ഇനി ഇത് തുറന്നതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിനൊന്ന് കുറുക്കിയെടുക്കാം. ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആണപ്പത്തിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. കറി നന്നായി ആണപ്പത്തലിന് പിടിക്കണം. കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഈ ആണപ്പത്തലിന് കറി നന്നായി പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും ചേർത്ത് വെക്കാം. ഇനി ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം. കറി നന്നായി വറ്റി വരാൻ വേണ്ടിയിട്ടാണ് തുറന്ന് വെക്കുന്നത്. ആണപ്പത്തിൽ റെഡിയായി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ആണപ്പത്തിലോട്ട് കറിയെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം.